ലോകത്ത് എന്തു തന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം, സമാധാനം, സന്തോഷം എന്നിവയേക്കാൾ വലുതായി വേറൊന്നുമില്ല. കർമ്മയാണ് എല്ലാത്തിലും വലുത്. അതൊരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും. യോഗ്യനല്ലാത്ത ഒരാളോട് രഹസ്യം പറയുക എന്നത് ദ്വാരമുള്ള ഒരു പാത്രത്തിൽ ജലം നിറയ്ക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാവുകയുമില്ല. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് 2 കാര്യങ്ങൾ പകർന്നു നൽകുക. ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ, രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ. സ്വന്തം ജീവിതത്തിൽ നന്മകൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരോട് സാരോപദേശം നടത്തരുത്. സ്വയം മാറാത്തവന് മറ്റാരെയും മാറ്റിയെടുക്കാനാവില്ല. അഗാധമായ സ്നേഹം, അന്ധമായ വിശ്വാസം, അമിതമായ പ്രതീക്ഷകൾ ഇവയെല്ലാം ഭാവിയിൽ തീരാ ദുഃഖങ്ങളിലേക്കുള്ള പാതകളായി മാറും. ജീവിതം ഇരുളടയുമ്പോൾ മാത്രമേ നാം വെളിച്ചത്തിനായി അന്വേഷണം തുടങ്ങുകയുള്ളൂ. എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കുന്നവന് ഏതൊരു സാഹചര്യത്തിലും ഭയപ്പെടേണ്ടി വരില്ല. വിശ്വാസം എന്നത് ഊതി വീർപ്പിച്ച ബലൂണാണ്. ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തകരാം. പരസ്പരമുള്ള യാഥാർത്ഥ്യബോധമാണ് ബന്ധങ്ങൾക്കിടയിൽ അഭികാമ്യം. എത്ര കാലത്തെ പരിചയമുണ്ട് എന്നതിലല്ല കാര്യം, എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. സ്വയം കണ്ടെത്തുക. ഇല്ലെങ്കിൽ നിങ്ങളെ കണ്ടെത്താൻ ഇതുവരെ സ്വയം കണ്ടിട്ടില്ലാത്ത ആളുകളുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടി വരും. സ്വയം ജീവിക്കാൻ പഠിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറായവരെ ആശ്രയിച്ച് അവസാനം ജീവിക്കാൻ മറന്നുപോകും. തെറ്റായ ദിശയിലേക്ക് പോകുന്ന ജനക്കൂട്ടത്തിനൊപ്പം സഞ്ചരിക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നേരായ പാതയിലൂടെ സഞ്ചരിക്കാൻ ശീലിക്കുക. നമ്മുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നമ്മോടൊപ്പം നിന്ന മനുഷ്യരെ മറക്കാതിരിക്കുക. അവരൊന്നും നിങ്ങൾക്കുള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നിങ്ങളെ മാത്രം സ്നേഹിച്ചു വന്നവരാണ്. നമുക്ക് സംഭവിച്ച ചില വീഴ്ചകൾ കണ്ണ് കാണാത്തത് കൊണ്ടല്ല, മറിച്ച് ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. സ്വയം സ്നേഹിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാം ഒരു പേരേയുള്ളൂ: അഭിനയം. വീഴ്ചകളിൽ തളരാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസമുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല. എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ടാണ്. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണ്ണം ആക്കുന്നത്. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. അവിടെ എന്തു വേണമെങ്കിലും നടാം. സ്നേഹം, വെറുപ്പ്, ഭയം, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്തു കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാകാൻ തുടങ്ങുന്നത്. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല.
തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം മനസ്സിൽ ഞാൻ എന്ന ഭാവമുള്ള കാലത്തോളം ആ വ്യക്തിക്ക് യാഥാർത്ഥ്യബോധമില്ല. സകലരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യവുമാണ്.